ശരിക്കും അപ്പൊ നമ്മ ചിന്തിച്ചു നോക്കുമ്പോ രേണു ചേച്ചിക്ക് ഒത്തിരി നെഗറ്റീവ്സ് വരുന്നുണ്ട്, പലതുമാണ് പറയുന്നത്. അപ്പൊ നമ്മളും അതിലായി കഴിയുമ്പോ എന്തായിരിക്കും അവസ്ഥ? സ്വാഭാവികമായിട്ടും ചിന്തിക്കില്ലേ? ഇപ്പൊ ഫാമിലിയുടെ ഭാഗത്തുനിന്നും സപ്പോർട്ട് തന്നെ ആയിരുന്നു ആ ടൈമിൽ? നമ്മുടെ വീട്ടിൽ ഈ ആൾക്കാര് പറയുന്നത് നോക്കൂല. നമ്മൾ പറയുന്നത് എന്താണ്, അതാണ് ആദ്യത്തെ പ്രയോറിറ്റി. അത് കഴിഞ്ഞ ശേഷമാണ് നമ്മുടെ ബാക്കിൽ വേറെ ആൾക്കാർ എന്താ പറയുന്നത് ചിന്തിക്കുള്ളൂ. അപ്പൊ സോ ഞാനത് ഓക്കെ ആയതുകൊണ്ട് എന്റെ വീട്ടിൽ എനിക്ക് അതിന്റെ സപ്പോർട്ട് ഉണ്ട്. അത്രയേ ഉള്ളൂ. കാരണം ഇപ്പൊ പല ആൾക്കാരും പല രീതിക്കും പറയുന്ന ആൾക്കാരുണ്ട്. ചിലത് നല്ലത് പറയും, ചിലത് നല്ലത് പറയും. അപ്പൊ നമ്മൾ നാട്ടുകാരുടെ വാക്ക് നമ്മൾ നോക്കാൻ പോയാൽ ഒന്നും നടക്കത്തില്ല. ഏത് കാര്യം ഇതല്ല, ഏത് കാര്യം ഇപ്പൊ എല്ലാത്തിനും രണ്ടു വശം നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. രേണു ചേച്ചിനെ നെഗറ്റീവ് പറയുന്ന ആൾക്കാരുണ്ട്, ചേച്ചിന് പോസിറ്റീവ് പറയുന്നത്. ഞാൻ തന്നെ പലതവണ ചേച്ചി ഷൂട്ടിങ് ലോങ് ട്രാവലൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരാൾക്കാർ വന്നിട്ട് ചേച്ചിട്ട് സംസാരിക്കണം, ഞാൻ അടക്കം ഞെട്ടും. കാരണം കമന്റ് ബോക്സിൽ മൊത്തം തെറിയും, നേരിട്ട് കാണുമ്പോൾ കെട്ടിപ്പിടിക്കണതും, മോളെ നീ ഇനിയും മുന്നോട്ട് പോകണം, നീ ഇനി നന്നായിട്ട് ജീവിക്കണം, അങ്ങനെ പറഞ്ഞ ഒരുപാട് പേര് ഞാൻ കണ്ടു. പക്ഷെ ഈ കമന്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ജസ്റ്റ് ചില ആൾക്കാർ പറഞ്ഞാൽ ഈ കമന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഐഡിയിൽ തന്നെ ഒറ്റ കോപ്പി പേസ്റ്റ് ആണ്. ചേച്ചിക്ക് തെറി കമന്റ് അതായിരിക്കും, അതേ കമന്റിലേക്ക് എന്റെ കമന്റ് ബോക്സ് വേറെ വന്നിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ കുറെ വ്യത്യാസമുണ്ട്. കാരണം ചേച്ചിനെ സ്നേഹിക്കുന്ന ആൾക്കാർ എന്റെ പറഞ്ഞ ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പൊ എന്റെ അടുത്താണെങ്കിൽ ശരി, ഇനി ഉയരങ്ങളിൽ എത്തട്ടെ ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്.